വേമ്പനാട്ട് കായലിലും അനുബന്ധ ജലാശയങ്ങളിലും പോളപ്പായൽ ശല്യം അതിരൂക്ഷമായി തുടരുന്നു. മത്സ്യത്തൊഴിലാളികളും കക്കാത്തൊഴിലാളികളും അനുഭവിക്കുന്നത് വിവരണാതീതമായ ദുരിതം. തിങ്ങി നിറഞ്ഞ പോളപ്പായലിൻ്റെ നടുവിലൂടെ കാൽനടയായി സഞ്ചരിക്കാവുന്ന സ്ഥിതിയാണ്. അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന് ആരോപണം. വേമ്പനാട്ട് കായലിലും കൈവഴികളായ അനുബന്ധ ജലാശയങ്ങളിലും പോളപ്പായൽ നിറഞ്ഞു കിടക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും കായലോര മേഖലയിലെ ജനങ്ങൾക്കും വലിയ പ്രതിസന്ധിയാവുന്നു. വള്ളങ്ങളിലും യന്ത്രവൽകൃത ബോട്ടുകളിലും കായലിലൂടെ സഞ്ചരിക്കാനാവാത്ത സ്ഥിതി. കട്ടിയായി അടിഞ്ഞുകൂടുന്ന പോളപ്പായലിന് മുകളിലൂടെ പലരും കാൽനടയായി സഞ്ചരിക്കുന്നു. കായലാണോ കരയാണോ എന്നുപോലും തിരിച്ചറിയാനാവാത്ത സ്ഥിതിയിലാണ് പോളപ്പായൽ തിങ്ങി നിറഞ്ഞ് കിടക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും കക്കാത്തൊഴിലാളികളും നേരിടുന്നത് വിവരണാതീതമായ ദുരിതം. മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കുന്ന പാവപ്പെട്ട ജനതയുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പ് പോളപ്പായലിൽ കുടുങ്ങിയ കക്കാത്തൊഴിലാളികളെ ഫയർഫോഴ്സ് എത്തിയാണ് കരയിലെത്തിച്ചത്. ചേർത്തല ചെങ്ങണ്ടക്കായലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറുകൾ അടച്ചത് വലിയ വെള്ളപ്പൊക്കത്തിനും കാരണമായെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. മത്സ്യത്തൊഴിലാളിക്കും കക്കാത്തൊഴിലാളിക്കും ജീവനമാർഗം ഈ പായൽ കാരണം തടസ്സമാണ്. ഞങ്ങൾക്ക് ഒരു പണിയും എത്ര മാസമായെന്നറിയാം, 3-4 മാസമായി. വെള്ളം കൊണ്ട് ഇവിടെ പെര വരെ മുങ്ങിക്കിടയ്ക്കാണ്. ഒരു നിവൃത്തിയില്ല. എത്ര മാസമായി, 3-4 മാസമായി ഇങ്ങനെ വരുന്നത്. ഓരോരുത്തണ വന്നത് താമസിച്ച് വന്ന കാരണം വെള്ളം ഭയങ്കര വെള്ളമാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പായൽ തള്ളി വരണേ. അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഈ ചെങ്ങണ്ട ഇവിടെയും ഈ വിളക്കുമരമൊക്കെ തിങ്ങിക്കിടക്കുക പായൽ. ഇപ്പോൾ വെള്ളം പോലും പോകാൻ പറ്റില്ല. തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറുകൾ അടച്ചതിനാൽ ബണ്ടിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലും അനുബന്ധ മേഖലകളിലും അതിരൂക്ഷമായ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നു. അതിന് പുറമെയാണ് പോളപ്പായൽ ദുരിതം. കൂനിന്മേൽ കുരു എന്നതുപോലെയാണ് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. വേലിയേറ്റ ദുരിതവും പോളപ്പായൽ ശല്യവും ശാശ്വതമായി പരിഹരിക്കാൻ ക്രിയാത്മകമായ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞാനിവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഇവിടെ ഈ പായലിൻ്റെ ഇതെന്ന് വെച്ചാൽ പായൽ എന്ന് പറയുന്നത് പോളപ്പായൽ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് മത്സ്യം പിടിച്ച് ഞങ്ങളുടെ ഉപജീവനം കഴിയുന്നില്ല. അതിന് പരിഹാരം കാണാൻ എന്താണ് വഴിയെന്നുള്ളത് സർക്കാരാണ് ഇത് ചെയ്യേണ്ടത്. ഇത്രയും വലിയൊരു പോളപ്പായലൊക്കെ കൊണ്ട് ഞങ്ങളുടെ ഈ വീടുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുകയും ഇതെല്ലാം ചെയ്യണം. അതിനാൽ എന്തെങ്കിലും സർക്കാർ ഒരു പരിഹാരം ചെയ്ത് അതിന് ന്യായമായിട്ടുള്ള കാര്യം ചെയ്ത്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് സർക്കാർ ഒരു സഹായം ചെയ്യണം. വിൻമീഡിയ ചേർത്തല.